പത്രിക സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ്. പ്രശാന്ത് കൃഷ്ണ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? മണിക്ക് തീരുമാനമെടുക്കുമെന്ന് നേമം മണ്ഡലത്തിന്റെ റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചതാണ്. രണ്ട് വിഭാഗവും വാദമുന്നയിച്ചു. രാജീവ് ചന്ദ്രശേഖരന്റെ ബംഗളൂരു കോരമംഗലയിലുള്ള 200 കോടി രൂപ വിലയുള്ള വീട് വസതി, ആഡംബര വസതി, അത് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം അതിലുള്ള സ്വത്ത് വിവരങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇതിനെതിരെയാണ് നേമത്തെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ റിട്ടേണിംഗ് ഓഫീസർക്ക് ഇന്ന് രാവിലെ പരാതി നൽകിയത്. ഇതേ തുടർന്നാണ് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക മാറ്റിവെച്ചത്. തുടർന്ന് ഇരുഭാഗവും വാദം ഉന്നയിച്ചു. രാജീവ് ചന്ദ്രശേഖരന്റെ അഭിഭാഷകർ റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപാകെ ഉന്നയിച്ച പ്രധാനമായ വിഷയം ഈ വിഷയത്തിൽ, അതായത് ഈ സ്വത്ത് വിവരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതിൽ തീർപ്പ് കൽപ്പിക്കാൻ റിട്ടേണിംഗ് ഓഫീസർക്ക് അധികാരമില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കേസ്, തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് കേസ് നൽകാവുന്നതാണ്. പരാതിക്കാർക്ക് അങ്ങനെ എതിർപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ, പരാതികളുണ്ടെങ്കിൽ എന്ന വിഷയമാണ് ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ പത്രിക സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിന്റെ തുടർ നടപടിയായി ഇനി UDF എന്താണ് തുടർന്ന് ചെയ്യാൻ പോകുന്നത് എന്നതാണ് ഇനി അറിയേണ്ടത്. അതായത് രാജീവ് ചന്ദ്രശേഖരനെതിരെ ജനപ്രാതിനിധ്യ നിയമപ്രകാരമുള്ള കേസുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമായിരിക്കും. അത് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും അതിനുള്ള അവസരം UDF-ന് ഉണ്ടാകുക. എന്തായാലും വലിയ രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള അവസരമാണ് നേമത്ത് മാത്രമല്ല കേരളത്തിലാകെ ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ BJP-യുടെയും UDF-ന്റെയും എല്ലാം പ്രതിനിധികൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. BJP പ്രതിനിധികൾ പുറത്തു വരുന്നു. എന്താണ് തീരുമാനം? എന്താണ്? പത്രിക സ്വീകരിച്ചു, നോമിനേഷൻ സ്വീകരിച്ചു. നോമിനേഷൻ സ്വീകരിച്ചു. ഫാം 26-ലെ യാതൊരു തെറ്റുമില്ല. ഒരു കാര്യവും സപ്രസ് ചെയ്ത് വെച്ചിട്ടില്ല. മാത്രമല്ല കോസി ജുഡീഷ്യൽ പ്രൊസീഡിംഗ് ആണ്. എന്തെങ്കിലും ഫാൾസ് ആണെങ്കിലും അലിഗേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് കോടതിയിലാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്, ഇവിടെ അല്ല. പക്ഷേ ഒരു തെറ്റും 26-ൽ നിലവിലെ ഇലക്ഷൻ ഗൈഡ് ലൈൻ അനുസരിച്ച് പെർഫെക്റ്റ് ആയി ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഏതായാലും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പത്രിക സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. പ്രശാന്ത് കൃഷ്ണയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.